എടി ഇതേ അങ്ങോട്ട് നോക്കിയേ. വാവ്, നല്ല ലുക്കുണ്ടല്ലേ കാണാൻ. എന്നാലും ആരായിരിക്കും അത്? എടി ആ ചേട്ടനെ എനിക്കറിയാം. സ്കൂളിൽ എൻ്റെ സീനിയർ ആയിരുന്നു. വളയോടി. സ്കൂളിൽ പഠിക്കുമ്പോൾ ആളൊരു പ്ലേ ബോയ് ആയിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാൽ നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ? എന്തായാലും നിനക്കറിയാലോ ആളിനെ. വാ നോക്കാം. ജിമിനേട്ടാ. താനെന്താ ഇവിടെ? ഞാൻ ഇവിടെ പഠിക്കുന്നത്. പിന്നെ ജിമിനേട്ടനെ കാണാൻ ലുക്ക് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. ഓ താങ്ക് യു. തന്നെ കാണാനും പഴയ പോലെയൊന്നുമല്ല. എന്റെ ജിമിനേട്ടൻ ലുക്കാന്ന് പറയാൻ ഇവളാരാ? ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. അല്ല, ജിമിനേട്ടൻ എന്താ ഇവിടെ? അത് പിന്നെ ജിമിനേട്ടൻ എപ്പോഴാ വന്ന്? ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? എൻ്റെ കൂടെ വാ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി തരാം. ശരി, ഞാൻ ദാ വരുന്നു. അവള് ജിമിനേട്ടൻ്റെ ആരാ? അറിയില്ല. ഇനി അവളുടെ ബ്രദറെങ്ങാനും ആണോ ജിമിനേട്ടൻ? ഗാഥ, നീ എന്താ നിനക്ക് ബ്രദറുള്ള കാര്യം നേരത്തെ ഞങ്ങളോട് പറയാനേ? അതിനെനിക്ക് ബ്രദർ ഇല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ പറയും? അപ്പോൾ ജിമിനേട്ടൻ ആരാ? ഹീസ് മൈ ഹസ്ബൻഡ്. എന്നാ ഞങ്ങള് പോട്ടെ. ഗാഥ, എന്താ? ഇന്ന് നിന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയില്ലേ? നീ എന്ത് വേണമെന്ന് പറ, അത് ഞാൻ വാങ്ങിത്തരും. എനിക്കൊന്നും വേണ്ട. ശരിക്കൊന്നും വേണ്ട? വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ എനിക്ക് പലതും വേണം. എന്ത് വേണമെന്ന്? അതൊക്കെ സമയമാകുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഗാഥ, നീ ഉറങ്ങാൻ പോവാണോ? അതെ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാനിന്ന് കോളേജിൽ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുവാണല്ലോ, നിന്റെ മുഖം എന്താ കടന്നിൽ കുത്തിയ പോലെ ഇരിക്കുന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ജലസിന്റെ മണം. എനിക്ക് ജലസൊന്നുമില്ല. അല്ലേ തന്നെ എനിക്കെന്തിനാ ജലസ്? ശരിക്കും? അതെ. ജിമിനേട്ടൻ എന്തിനാ അടുത്തേക്ക് വരുന്നേ? എനിക്കെന്തേ, വന്നൂടെ? ഗാഥ, ഐ ലവ് യു. വിൽ യു ബി മൈൻ ഫോർ എവർ? യെസ്. അപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? എന്ത് കാര്യങ്ങള്? അപ്പോ നിനക്കൊന്നും അറിയില്ലേ? ഇല്ല. ഓ അങ്ങനെയാണോ? എന്നാ വാ, ഞാൻ പറഞ്ഞുതരാം. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എവിടെയല്ലോ ഒന്ന് ഇരിക്കേ. ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് 4 മണിക്കൂറായി. ഇതുവരെ ഒരു വിവരവും ഇല്ല. ഇതിലെനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാ. സമയമാകുമ്പോൾ അവർ വന്ന് പറയും. ഗാഥയുടെ ഹസ്ബൻഡ് ആരാ? ഞാനാ. ഗാഥ പ്രസവിച്ചു. പെൺകുട്ടിയാ. അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഇപ്പോ? അവരിപ്പോൾ ഒബ്സർവേഷനിലാണ്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും. അപ്പോൾ കാണാം. ജിമിനേട്ടാ. ഇവള് വീണ്ടും വന്നോ? ജിമിനേട്ടൻ അത് പോയ പിന്നെ ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തു. ജിമിനേട്ടൻ വരുന്നത് നോക്കി. പിന്നെ അറിഞ്ഞ ജിമിനേട്ടൻ്റെ കല്യാണം കഴിഞ്ഞോന്ന്. പക്ഷേ സാരമില്ല, എനിക്കിപ്പോൾ വേറൊരാളെ ഇഷ്ടം. സമാധാനമായി. അല്ല, ആരാ ഭാഗ്യവാൻ? വേറെ ആര്? ജിമിനേട്ടൻ്റെ ഈ ഫ്രണ്ട് തന്നെ. ഓൾ ദി ബെസ്റ്റ് അളിയ. ഒന്ന് പോവണ്ടേ, ഞാനൊന്ന് കെട്ടിയതാ. അപ്പൊ നീ കെട്ടിയില്ലായിരുന്നല്ലോ, ഇവിടെ നോക്കുമായിരുന്നോ? ജെസിമോളെ, നീ എപ്പോഴാ വന്നേ? ഞാൻ എപ്പോഴേലും വന്നതാവട്ടെ, ചോദിച്ചതിന്റെ മറുപടി പറ നീ. അങ്ങനെയൊന്നും ഇല്ലടി. പിന്നെ എങ്ങനെയാ? നീ ഇതൊന്നും പറയണമെന്നില്ല. ഒരാഴ്ച നീ റൂമിന് പുറത്താ, അത്രേ ഉള്ളൂ. അങ്ങനെ പറയല്ലേ. നീ ഇല്ലേല് രാത്രി എനിക്ക് ഉറക്കം വരൂല. അല്ല, നിങ്ങൾ എന്നാ രാത്രി ഉറങ്ങിയിട്ടുള്ളേ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളുടെ ഉറക്കത്തിന്റെ ഫലമാണല്ലോ 2 പിള്ളേര്, പോരാത്തതിന് 3ാമത്തെ ഇപ്പൊ ലോഡിങ്ങും. ജെസിമോളെ, ശരിക്കും 3ാമത്തെ ലോഡിങ്ങാ? ഞാനെന്തിനാ മനുഷ്യ കള്ളം പറയുന്നേ? എടാ, നീ വീണ്ടും. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. ഗാഥയും കുഞ്ഞിനെയും റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പോയി കാണാം. എടാ, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ശരിയടാ, നീ പോയി കണ്ടിട്ട് വാ. ഗാഥ. ജിമിനേട്ടാ, നമ്മുടെ മോള്. താങ്ക്സ് ഗാഥ, എൻ്റെ ലൈഫിലേക്ക് വന്നതിനും ഇതുപോലെ സുന്ദരിയായൊരു മോളെ എനിക്ക് തന്നതിനും. ഞാനല്ലേ ശരിക്കും നന്ദി പറയണ്ടേ? ജിമിനേട്ടനല്ലേ എന്നെ കംപ്ലീറ്റ് ആക്കിയത്. ലവ് യു സോ മച്ച്. ലവ് യു മോർ ഗാഥ.